تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാഹിരിയം ആർട്സ് ഫെസ്റ്റിൻ്റെ വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ വിഷയം ചുറ്റുന്ന വഹാബിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അതിനായി എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവർ, AD 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തണലിൽ വളർന്നു വന്ന മത പ്രസ്ഥാനമാണ് വഹാബിസം എന്നുള്ളത്. മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. സൗദിയുടെ കിഴക്ക് ഭാഗത്തുള്ള നജ്ദ് എന്ന പ്രദേശത്താണ് വഹാബി ജനനം കൊണ്ടത്. ഈ പ്രദേശത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പിശാചിന്റെ കൊമ്പ് ഉദിക്കുന്ന സ്ഥലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച പ്രദേശമാണിത്. മാത്രമല്ല, ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കള്ളപ്രവാചകൻ മുസ്ലിമയും വിഘടവാദികളായ ഖവാരിജുകളും ഉദയം കൊണ്ടത് ഈ നജ്ദ് എന്ന പ്രദേശത്ത് നിന്നാണ്. ഈ ഫിത്നയുടെ നാട്ടിൽ നിന്നാണ് വഹാബിസവും ഉത്ഭവിച്ചത്. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ ആകൃഷ്ടനായ വഹാബ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ആദ്യമായി ശ്രമിച്ചത്. അതിന് ഭരണകൂടങ്ങളുടെ സ്വാധീനം തനിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ വഹാബ് അവിടെയുള്ള ഭരണാധികാരികളുമായി അടുപ്പമുണ്ടാക്കുകയും അവരിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എന്നിട്ട് അവരിലൂടെ തൻ്റെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആദ്യമായി നജ്ദിനടുത്തുള്ള ഉയൈനിലേക്കാണ് വഹാബ് പുറപ്പെട്ടത്. അവിടെയുള്ള ഭരണാധികാരിയുടെ അമ്മായിയെ വിവാഹം ചെയ്തുകൊണ്ട് ഭരണാധികാരിയുമായി ഏറ്റവും അടുപ്പമുണ്ടാക്കി. അതിനുശേഷം ആദ്യമായി അവർ പുറപ്പെട്ടത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മഖബറ തകർക്കാനാണ്. തന്റെ ഈ ആഗ്രഹം ഭരണാധികാരികളോട് പറയുകയും അതിന് ഭരണാധികാരി സമ്മതം കൊടുക്കുകയും ചെയ്തു. വഹാബും കുറച്ചു പേരും അതിനായി പുറപ്പെട്ടപ്പോൾ അവിടുത്തെ ജബലിയവാസികൾ വഹാബിനെ തടഞ്ഞു. പക്ഷേ വഹാബ് രാജാവിനെയും 600ഓളം വരുന്ന പട്ടാളക്കാരെയും കൊണ്ടാണ് പിന്നീട് പോയത്. അപ്പോഴും ജബലിയവാസികൾ തടഞ്ഞപ്പോൾ 600ഓളം പട്ടാളക്കാരെ വെച്ച് രാജാവ് അവരെ വിരട്ടിയോടിച്ചു. ശേഷം രാജാവ് പറഞ്ഞു, എനിക്ക് ഈ മഖബറ തകർക്കാൻ ധൈര്യമില്ല, എന്നാൽ ആ കോടാളി അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വഹാബ് ആ കോടാളി എത്തി സയ്യിദ് റളിയല്ലാഹുവിന്റെ മഖബറ തകർത്തു. പക്ഷേ ഇതിനുശേഷം അവിടുത്തെ മുഖ്യ ഗോത്രക്കാരുടെ സമ്മർദ്ദം മൂലം നജ്ദിനെ അവിടുത്തെ ഭരണാധികാരിക്ക് പുറത്താക്കേണ്ടി വന്നു. ശേഷം 30 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്തേക്ക് പോവുകയും അവിടുത്തെ ഭരണാധികാരിയായ ഇബ്നു സൗദുമായി അടുത്ത ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ശേഷം അവിടെ വെച്ചൊരു കരാറിൽ അവർ ഏർപ്പെടുകയാണ്. തന്റെ തൗഹീദ് പ്രചരണത്തിനായി സഹായിക്കുകയാണെങ്കിൽ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ഇബ്നു സൗദിനെ സഹായിക്കാമെന്നും വികസിപ്പിച്ചെടുക്കുന്ന സാമ്രാജ്യത്തിന്റെ മതകാര്യം നജ്ദിനും കുടുംബത്തിനും ഭരണകാര്യം ഇബ്നു സൗദിനും കുടുംബത്തിനുമായിരിക്കണമെന്ന് കരാറിൽ ഒപ്പുവെച്ചു. ഇതിനുശേഷം അവിടെയുള്ള മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും തൗഹീദിലേക്ക് വരാത്ത മുസ്ലിങ്ങളെ കൊല്ലുകയും അവരുടെ സമ്പത്ത് ഗനീമത്താണെന്ന പേരിൽ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ ഒരുപാട് മുസ്ലിങ്ങളെയാണ് നജ്ദും ഇബ്നു സൗദും കൊലപ്പെടുത്തിയത്. ഇബ്നു സൗദിന്റെ മരണത്തിനു ശേഷം മകൻ അബ്ദുൽ അസീസ് ഭരണത്തിൽ വന്നു. മകനും ഒട്ടും മോശമായിരുന്നില്ല. ഒരുപാട് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയും ഒരുപാട് അവരിൽ നിന്നുള്ള സമ്പത്തുകൾ കൊള്ളയെടുക്കുകയും ചെയ്തു.
അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മകൻ സൗദും വന്നു ഒരുപാട് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി. ഇതുപോലെയുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് മുജാഹിദ്. നമ്മുടെ പ്രസ്ഥാനമാണ് യഥാർത്ഥ പ്രസ്ഥാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നാം അടിയുറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ